ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദുബായിലെ വില്ലാസിൻ്റെയും ടൗൺ ഹൗസസിൻ്റെയും മാർക്കറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. ഇതാണ് വാട്ടർ ഫ്രണ്ടാണ്, ഇത് കോർ ഏരിയയാണ്, MBR സിറ്റി, പിന്നെയുള്ള സബർബൻ ഏരിയാസ് ഉണ്ട്, പിന്നെ ദുബായ് സൗത്ത് ഉണ്ട്. ഞാനിന്ന് പറയുന്നത് ദുബായ് സൗത്തിനെ കുറിച്ചാണ്. ദുബായ് സൗത്ത് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഗ്രോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. നമ്മുടെ ദുബായ് എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ട് അൽ മക്തൂം എയർപോർട്ട് വരെ ദുബായ് സൗത്തിലോട്ട് മാറാൻ പോകുന്നത്. 2030 കൂടിയിട്ട് നമ്മൾ ദുബായ് എയർപോർട്ട് അൽ മക്തൂമിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ട് ശരിക്കും ഇപ്പം തന്നെ ഒരു ഓവർ സപ്ലൈ ആണ് ദുബായ് എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ 2030 ഈ ഒരു എയർപോർട്ട് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്ത് ബാക്കി ബിസിനസ് കാര്യങ്ങളും ബാക്കി പോർട്ടായാലും എല്ലാ കാര്യങ്ങളും ഓൾറെഡി ജബലാലിൽ പോർട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടേക്ക് സൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിലോട്ട് മാറുകയും നമ്മുടെ റിയൽ എസ്റ്റേറ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അങ്ങോട്ട് കൂടുതൽ ആൾക്കാർ വരികയും അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗത്ത് ഏരിയ ശരിക്കും കറൻ്റ്ലി ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ദുബായ് സൗത്ത് എന്നുള്ളത്. ശരിക്കും നിങ്ങൾ ദുബായ് സൗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈ ഗ്രോത്ത് കിട്ടുന്ന ഏരിയയാണ്. നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിരിക്കും. പിന്നെ 2016 മുതൽ 2024 ശരിക്കും ദുബായ് സൗത്തിൽ ഡെവലപ്മെൻറ്റ്സ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ 2016 ഫസ്റ്റ് ഫേസിൽ MR കൊണ്ടുവന്നിട്ടുണ്ട്, ദുബായ് സൗത്ത് റെസിഡൻസ്, അങ്ങനെ 2 ലോഞ്ചസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അപ്പാർട്ട്മെൻറ്റ്സിലാണ് അത് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ലോഞ്ചസ് 2017 മുതൽ 2020 വരെയാണ് അവർ ടൗൺ ഹൗസും വില്ലാസിൻ്റെ കൺസേൺ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ തന്നെ ഇമാർ സൗത്ത്, ഗോൾഫ് വ്യൂ, എക്സ്പോ വില്ല വ്യൂ, എക്സ്പോ ഗോൾഫ് വില്ല ഫേസ് 2, അങ്ങനെയാണ് അവർ ഓരോ ഫേസസ് അതിൽ കൊണ്ടുവന്നത്. നമുക്ക് 2023, 2024 ആ ഒരു ടൈമിൽ ബാക്കി ടിയർ 2 ഉൾപ്പെട്ട ഡെവലപ്പേഴ്സും സൗത്തിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അപ്പം 2022, 2023 തന്നെ ഇമാർ കൊണ്ടുവന്ന കുറച്ച് പ്രോജക്ട്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞാൽ ഒന്ന് ടെറാ ഹൈറ്റ്സ് ഉണ്ട്, പിന്നെ എക്സ്പോയിൽ കൊണ്ടുവന്ന സ്കൈ റെസിഡൻസ് ഉണ്ട്, അസീസി കൊണ്ടുവന്ന വെനീസ് ഉണ്ട്, പിന്നെ ഗോൾഫ് പോയിന്റ് ഉണ്ട്, ഇമാറിൻ്റെ ഗോൾഫ് ഏക്കർ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രോജക്ട്സും അവർ ഇവിടെ സൗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആണ് സൗത്തിൽ കറൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ദുബായുടെ എക്സ്പോ സിറ്റി എന്ന് പറയുന്നത്. ദുബായുടെ എക്സ്പോ സിറ്റിയെക്കുറിച്ച് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. 2020 എക്സ്പോ പ്ലാൻ ചെയ്തതെങ്കിലും കോവിഡ് ആയതുകൊണ്ട് 2021 അത് നടന്നിട്ടുള്ളത്. അപ്പം ആ ടൈമിൽ ഒരുപാട് എക്സ്പോയ്ക്ക് വേണ്ടി ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ ഏരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം അവരൊരു ബിസിനസ് പർപ്പസിനായിട്ട് യൂസ് ചെയ്തെങ്കിൽ ഇപ്പോൾ അവിടെ റെസിഡൻഷ്യലും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഈ എയർപോർട്ട് 2030 വരുന്നത് കൊണ്ട് ഓൾറെഡി നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ അങ്ങനെയുള്ള കുറേ ബിസിനസ് എല്ലാം ഇങ്ങോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ദുബായുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലെ എക്സ്പോ സിറ്റിയാണ്, നമ്മുടെ സൗത്തിലാണ് നമ്മുടെ ദുബായുടെ ഫ്യൂച്ചർ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മേജറായിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഈ എക്സ്പോയിലേക്ക് മൂവ് ആവുന്നുണ്ട്. അങ്ങനെ മൂവ് ആവുമ്പോൾ ബിസിനസ് എല്ലാം ദുബായ് സൗത്തിലേക്ക് തന്നെ വരികയും ചെയ്യും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കമ്പനീസ് മൂവ് ആവുന്നതോടുകൂടി 30,000 പ്ലസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുമ്പോൾ ഇവർക്ക് ഈ എംപ്ലോയീസിന് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെസിഡൻഷ്യൽ ആയാലും ടൗൺ ഹൗസസ് ആയാലും വില്ലാസ് ആയാലും ഓൾറെഡി ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ദുബായ് സൗത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ടൗൺ ഹൗസസിനും വില്ലാസിനും സപ്ലൈ വളരെ കുറവാണ്. കാരണം അവർ ഏകദേശം ഓരോ വർഷവും നമുക്ക് 1000 ഡെലിവറീസ് മാത്രമാണ് ടൗൺ ഹൗസിനും വില്ലാസിനും നടക്കുന്നുള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇനിയും പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇമാർ സൗത്ത് എങ്ങനെയാണ് മേജർ ഏരിയ ആവുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഇമാറാണ് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് സൗത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എക്സ്പോ സിറ്റിയിൽ റെസിഡൻഷ്യൽ ടവർ സിദർ എന്നൊരു റെസിഡൻഷ്യൽ ടവർ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 2 ലോഞ്ചസ് ഉണ്ടായിരുന്നു. എക്സ്പോ സിറ്റിയിലെ ബിസിനസ് സിറ്റി ആയതുകൊണ്ട് ഓൾറെഡി അവിടുത്തെ ആ 2 ടവറും അത് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. സെക്കൻഡറി മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം വന്നാണ് എക്സ്പോ വാലിയാണ് പിന്നെ വന്നത് 2023. അത് ശരിക്കും ടൗൺ ഹൗസസും വില്ലാസുമാണ് അതിലുണ്ടായിരുന്നത്. അതും ഓൾറെഡി സോൾഡ് ഔട്ട് ആയി പോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ദുബായിലെ സൗത്ത് റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റാണുള്ളത്.
സൗത്ത് റെസിഡൻഷ്യൽ റെസ്ട്രിക്റ്റഡ് മീൻസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 ഫേസസ് ഉണ്ടായിരുന്നു. ഒന്ന് സൗത്ത് ബേയും പിന്നെ ഒന്ന് പൾസ് ബീച്ച് റിസോർട്ട് എന്ന് പറയുന്നത്. ഈ സൗത്ത് ബേയിൽ 6 ഫേസസ് ഉണ്ടായിരുന്നു, ലോഞ്ചായി അതുപോലെ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സൗത്തിൽ ആദ്യം ലോഞ്ചായിട്ടുള്ള കുറേ പ്രോജക്റ്റ് ഇതുപോലെ വളരെ വേഗം തന്നെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. കാരണം ഫ്യൂച്ചർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് അറിയാമെന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, അവർ ആദ്യം ഇതുപോലെ വരുന്ന പ്രോജക്ട്സ് അവർ വേഗം ഇൻവെസ്റ്റ് ചെയ്ത് അത് സോൾഡ് ഔട്ടായി പോവുകയും ചെയ്തു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൾസ് ബീച്ച് ഫ്രണ്ടാണ്, അത് 2025 ഹാൻഡ് ഓവർ നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇമാറിന്റെ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള ഇമാറിന്റെ സൗത്തിലെ ആ പ്രോജക്റ്റിലാണ്. കാരണം ഇമാറാണ് ഏറ്റവും കൂടുതൽ 2024 സൗത്ത് ബേസ് ചെയ്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിന്റെ ട്രാൻസാക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇമാർ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, വില്ല വിത്ത് ഗോൾഫ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. വില്ലയിൽ ഗോൾഫ് കൺസെപ്റ്റ് വിത്ത് ടൗൺ ഹൗസ്. അങ്ങനെ പിന്നെയുള്ള പ്രോജക്റ്റ് ആയിരുന്നു വില്ല ക്ലസ്റ്റർ, അത് വിത്ത് ഗോൾഫാണ്. വില്ലയും ടൗൺ ഹൗസും ഇമാർ കൊണ്ടുവന്നത് ആ ഒരു ഏരിയയിൽ. പിന്നെ ഇമാർ കൊണ്ടുവന്നിട്ടുള്ളത് വില്ല ടൗൺ ഹൗസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഗോൾഫ് കമ്മ്യൂണിറ്റി ലെവലിലാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഇനി വീണ്ടും അപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പം ടൗൺ ഹൗസിന്റെയും വില്ലാസിന്റെയും സപ്ലൈസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയാൻ പോകുന്നതാണ് ദുബായ് സൗത്തിലെ ഇമാറിനോട് ചേർന്നുള്ള പ്ലോട്ടിൽ അസീസിലെ വെനീസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അവർ 20 ബിൽഡിങ്സ് ആണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബിൽഡിംഗ് കൊണ്ടുവന്നു, അതൊരു കമ്മ്യൂണിറ്റി ലെവലായിട്ട് അവർ കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നു, അത് സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു. അതിൽ തന്നെ ശരിക്കും 108 മാൻഷൻസ് അസീസി കൊണ്ടുവന്നിട്ടുണ്ട്. അതും 40 മില്യൺ തൊട്ട് 200 മില്യൺ വരെ വിലയുള്ള മാൻഷൻസും അസീസി വെനീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആവറേജ് പ്രൈസ് ശരിക്കും ആ സ്ഥലങ്ങളിൽ അസീസി വെനീസിന്റെ ആ ലഗൂൺ വില്ലാസിന്റെ പ്രൈസ് $1,020 പെർ സ്ക്വയർ ഫീറ്റിൽ അന്ന് അവർ കൊണ്ടുവന്നത്. ശരിക്കും ഈ അസീസി വെനീസിലെ അവരെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ $1,020 അതായിരുന്നു പെർ സ്ക്വയർ ഫീറ്റ് മാൻഷന്റെ പ്രൈസ് അവരന്ന് കൊണ്ടുവന്നത്. അതായത് പ്രീമിയം എക്സ്പോ സിറ്റിയിലെ പ്രീമിയം അപ്പാർട്ട്മെന്റ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $500 to $550, അതായത് 1830 തൊട്ട് 2007 സ്ക്വയർ ഫീറ്റ് വരെയായിരുന്നു അവർ അതിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രൈസ്. മോസ്റ്റ് എക്സ്പെൻസീവ് വില്ലാസ് എക്സ്പോ വാലിയിൽ അവർ കൊണ്ടുവന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1735. ഞാനിത് ശരിക്കും ദുബായ് സൗത്തിൻ്റെ കമ്പാരിസണാണ് ഞാൻ ഈ പറയുന്നത്. ദിർഹത്തിൽ ഞാൻ കൺവേർട്ട് ചെയ്ത് പറഞ്ഞുതരാം. ബാക്കിയുള്ള ടൗൺ ഹൗസസിൽ കൊണ്ടുവന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇമാർ കൊണ്ടുവന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ $320 മുതൽ $375 വരെയാണ്. അതായത് 1168 സ്ക്വയർ ഫീറ്റ് പ്രൈസ് മുതൽ 1368 സ്ക്വയർ ഫീറ്റ് പ്രൈസ് വരെയാണ് ഇമാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 27,000 ടൗൺ ഹൗസസും വില്ലാസും ഈ ഇമാർ അവരുടെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദുബായ് സൗത്തിൽ ശരിക്കും 27,000 ടൗൺ ഹൗസസ് ആൻഡ് വില്ലാസ് കറൻ്റ്ലി ഉണ്ട്. 4,000 ടൗൺ ഹൗസസ് വില്ലാസ് അണ്ടർ കൺസ്ട്രക്ഷനിലുമാണ്. അപ്പം അത് വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പോ വാലി, ദുബായ് റെസിഡൻഷ്യൽ സൗത്ത്, ഇമാർ സൗത്ത്, ഈ ഏരിയകളിലാണ് ഇത് വരുന്നത്. ശരിക്കും കറൻ്റ്ലി സൗത്തിൽ 27,000 വില്ലാസും ടൗൺ ഹൗസസും മാത്രമേ ഉള്ളൂ. 4,000 അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. പക്ഷേ അപ്പോഴും സപ്ലൈ കുറവാണ്, ഡിമാൻഡ് കൂടുതലും. കാരണം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിൽ ഒരു 3-4 ഫാമിലി മെമ്പർ താമസിച്ചിട്ട് അവർ പിന്നെ മൂവ് ആവുന്നത് ശരിക്കും ടൗൺ ഹൗസിലേക്കോ അല്ലെങ്കിൽ വില്ലാസിലേക്കോ ആയിരിക്കും. ശരിക്കും നമ്മളൊരു ടൗൺ ഹൗസിൽ അല്ലെങ്കിൽ നമ്മൾ വില്ലാസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ശരിക്കും നമുക്ക് സൗത്തിലേക്ക് കിട്ടുന്ന റെൻ്റൽ ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വർഷം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് അത്രയും റെൻ്റൽ ലീഡ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും റെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ലൈ അത്രയും കുറവാണ്. ഡിമാൻഡ് ഉണ്ട്, പക്ഷെ നമുക്ക് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് അതനുസരിച്ചിട്ടുള്ള നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ ടൗൺ ഹൗസും വില്ലയും തമ്മിൽ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ടൗൺ ഹൗസ് തമ്മിൽ നമ്മളെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇമാറിന്റെ ടോട്ടൽ മാസ്റ്റർ പ്ലാനാണ്. ഈ ഗ്രീനിൽ കാണുന്ന ടോട്ടൽ മെച്യൂർ ആയിട്ടുള്ള ഫുള്ളി ഒക്യുപ്പൻസി ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ സെൻറ്റർ ആയിട്ട് ഒരു ഗോൾഫ് വ്യൂ ഉണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ തന്നെ 200 വില്ലാസും പിന്നെ 400 വില്ലാസും 200 ടിൻ വില്ലായും ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. 2026 മുതൽ 2028 വെച്ച് നമുക്കത് ഹാൻഡ് ഓവറും കിട്ടും ഈ ഇമാറിന്റെ ഈ ഒരു മാസ്റ്റർ പ്ലാനിൽ. 2023 ഞാൻ ഈ പറഞ്ഞ ഈ മെച്യൂർ വില്ല 2023 ഇത് ഹാൻഡ് ഓവർ ആയത്. ശരിക്കും ഇതിലിപ്പം യൂണിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി മാർക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഇമാറിന്റെ തന്നെ ഈ ഒരു കാണുന്ന പാർട്സിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വില്ലാസും ടൗൺ ഹൗസും ലൊക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ്.
അപ്പം ശരിക്കും ദുബായ് സൗത്തിലെ മെയിൻ ഡെവലപ്പേഴ്സ് മാസ്റ്റർ ഡെവലപ്പർ ഇമാറാണ്. പിന്നെ അതിനുശേഷം വന്നിരിക്കുന്നത് എക്സ്പോ സിറ്റിയാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയ ഉള്ള പോർഷൻ എന്ന് പറയുന്നത് ദുബായ് സൗത്തിൽ നമ്മൾ ഇമാർ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് വന്ന എക്സ്പോ സിറ്റി. ആ ഏരിയയിൽ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ റെസിഡൻഷ്യൽ രണ്ടാമത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും മോളുണ്ട്, മെട്രോ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രണ്ടാമത്തെ മേജർ റെസിഡൻഷ്യൽ ഏരിയയാണ് എക്സ്പോ സിറ്റി എന്ന് പറഞ്ഞാൽ അത് മെയിൻലി ഒരു ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. ശരിക്കും അവിടെ മോള്, മെട്രോ, പിന്നെ ദുബായിയുടെ എക്സിബിഷൻ സെൻറ്ററും എല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയ കോർ പാർട്ടായിട്ട് കാണുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ 30 മേജർ കോർപ്പറേറ്റുകൾ മൂവ് ചെയ്യുന്നതും ശരിക്കും ഈ എക്സ്പോയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എക്സ്പോ സിറ്റിയിലേക്ക് ഇങ്ങനെ 30ഓളം കമ്പനീസ് മൂവ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ജോബ് ക്രിയേഷൻസ് ഉണ്ടാവും. 30,000 മുകളിൽ എംപ്ലോയീസ് അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ദുബായ് എക്സ്പോ വാലിയിലും അവർ വില്ലാസും ടൗൺ ഹൗസും കൊണ്ടുവന്നു. പക്ഷേ അതും ഓൾറെഡി ഇൻവെസ്റ്റേഴ്സ് അവർ ഫ്യൂച്ചർ അറിയാമെന്നുള്ളത് അവരത് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഓൾറെഡി അതും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ഉള്ള ദുബായിലെ സൗത്തിലെ സ്ഥലം എന്ന് പറഞ്ഞാൽ ദുബായ് സൗത്ത് റെസിഡൻഷ്യൽ ഏരിയയാണ്. ശരിക്കും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് സൗത്ത് ബേയും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പൾസ് ബീച്ച് ഫ്രണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സൗത്ത് ബേയിലെ കാര്യം പറയാം. എക്സ്പോയുടെ ശരിക്കും ബാക്ക് സൈഡിലായിട്ടാണ് ഈ സൗത്ത് ബേ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ബേയിൽ തന്നെ നമുക്ക് 6ഓളം ക്ലസ്റ്ററിൽ അവർ അന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 2026-2027 ഹാൻഡ് ഓവർ കിട്ടും. പിന്നെ ഉള്ളത് പൾസ് ബീച്ച് റിസോർട്ടാണ്. എക്സ്പോ നടക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു ഇത് ലോഞ്ച് ആയിട്ടുള്ളത്. പൾസ് ബീച്ച് റിസോർട്ടാണ് പിന്നെ ഉള്ളത്. എക്സ്പോ നടക്കുന്ന ടൈമിൽ തന്നെയാണ് ഇത് ലോഞ്ച് ആയിട്ടുള്ളത്. നല്ല പ്രൈസും നല്ല പേയ്മെന്റ് പ്ലാനും ആയിരുന്നു. 2025 ഇത് ഹാൻഡ് ഓവർ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദുബായിൽ സൗത്തിൽ നമുക്ക് ടൗൺ ഹൗസസിന്റെ ഡെലിവറി റെഡിയും നമുക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ള പ്രോജക്ട്സ് നോക്കാം. ഇനി നമുക്ക് ദുബായ് സൗത്തിൽ ഫ്യൂച്ചറിൽ സപ്ലൈയും ഇപ്പം അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന ടൗൺ ഹൗസസിന്റെ നോക്കാം. അതായത് 3 ബെഡ് ടൗൺ ഹൗസസിന്റെ ഈ റെഡ് എന്ന് പറഞ്ഞ ഈ റെഡിയാണ് ഈ ഗ്രീൻ കാണിച്ചിരിക്കുന്നത്. 4 ബെഡിന്റെ റെഡി ആയിട്ടുള്ള ടൗൺ ഹൗസസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷനിലാണ് പ്രോജക്റ്റുകൾ ടൗൺ ഹൗസസിന്റെയും വില്ലാസിന്റെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കും നമുക്ക് എത്ര സപ്ലൈ ചെയ്താൽ നമുക്ക് തികയത്തില്ല. കാരണം അത്രയ്ക്ക് ഇത് കുറവാണ്. നമുക്ക് എന്താണ് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണ് നമുക്ക് ടൗൺ ഹൗസസിൽ ശരിക്കും ഉള്ളത്. ദുബായ് സൗത്തിൽ അപ്രോക്സിമേറ്റ്ലി നമ്മൾ റെഡി വില്ല എന്ന് പറഞ്ഞാൽ 2740 റെഡി വില്ലാസാണ് ഉള്ളത്. പിന്നെ അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന 4117 നമ്മൾ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നത്. ശരിക്കും നമുക്ക് 2029 വരുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും കുറച്ചുകൂടെ വില്ല ആ ടൈമിൽ ഹാൻഡ് ഓവർ ആയി വരും. പക്ഷേ ഈ 2025 മുതൽ 2029 വരെ നമുക്ക് ഇയർലി നമുക്കൊരു 1000 ടൗൺ ഹൗസസ് അല്ലെങ്കിൽ വില്ലാസും നമുക്ക് ഹാൻഡ് ഓവർ കിട്ടുകയുള്ളൂ. എന്നിട്ടും നമുക്ക് എന്താണ് സപ്ലൈ കുറവും ഡിമാൻഡ് അപ്പോഴും കൂടുതലായിരിക്കും. ഇനി നമുക്ക് 2019 മുതൽ 2024 വരെ നമ്മുടെ ടൗൺ ഹൗസസിന്റെയും വില്ലാസിന്റെയും പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിൽ ഞാൻ പറഞ്ഞുതരാം. 2019 3 BHK ടൗൺ ഹൗസ് ഓഫ് പ്ലാനിൽ ഓപ്പൺ ആയെന്ന് പറഞ്ഞാൽ 1.1 മുതൽ 1.3 മില്യൺ വരെയാണ് നമുക്ക് ഓഫ് പ്ലാനിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 585 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 4 ബെഡ് ആയപ്പോൾ അത് 1.5 മുതൽ 1.7 മില്യണിലാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് 2022 4 ബെഡ് ടൗൺ ഹൗസിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് നോക്കുക 858 പെർ സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അതായത് 2.7 മില്യൺ ആയിരുന്നു ഒരു 4 ബെഡ് ടൗൺ ഹൗസ് നമുക്ക് അന്ന് ഓഫ് പ്ലാനിൽ നമുക്ക് കിട്ടിയിരുന്ന പ്രൈസ്. പിന്നെ അതുപോലെ തന്നെ 4 ബെഡ് ടൗൺ ഹൗസിന്റെ തന്നെ സെമി ഡിറ്റാച്ചിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2.9 മുതൽ 3.1 മില്യൺ വരെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2019-2022 എത്തിയപ്പോൾ തന്നെ 2.7 തന്നെ പ്രൈസ് മാറിയിട്ടുണ്ട്. ഇനി 2024 ഇമാറിന്റെ സൗത്തിന്റെ ഗ്രീൻ വില്ല എന്ന് പറഞ്ഞാൽ 2024 ഒക്ടോബറിൽ ലോഞ്ച് ആയ ഒരു പ്രോജക്റ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോഴത്തെ സ്ക്വയർ ഫീറ്റ്, അതായത് 2024 ഒക്ടോബറിൽ, അതായത് ഇപ്പോൾ 2025 മാർച്ചാണ്, ഒക്ടോബറിൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1375 പെർ സ്ക്വയർ ഫീറ്റിൽ പ്രൈസ് വന്നിട്ടുള്ളത്. ശരിക്കും 3.2 മില്യൺ സ്റ്റാർട്ടിങ്ങിലാണ് 3 ബെഡ് ടൗൺ ഹൗസ് നമുക്ക് കിട്ടിയത്. 3.2 തൊട്ട് 3.5 മില്യൺ വരെ. അതുപോലെ തന്നെ 4 ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് 3.8 മുതൽ 4.1 മില്യൺ വരെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൈസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 2019 585 സ്ക്വയർ ഫീറ്റ് അത് പെർ സ്ക്വയർ ഫീറ്റ് കിടന്നത് 2024 ആയപ്പം 1375 സ്ക്വയർ ഫീറ്റിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? ശരിക്കും ദുബായിയുടെ സൗത്ത് അത്രയും ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ശരിക്കും ഇനിയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ബെനിഫിറ്റ്സ് ഉണ്ടാവും. ദുബായ് സൗത്ത്, ഞാൻ എടുത്തു പറയുന്നത് ദുബായ് സൗത്തിലാണ്. എന്തുകൊണ്ടാണ് ദുബായ് സൗത്തിൽ ഇങ്ങനെ പ്രൈസ് കൂടുന്നതെന്ന് ചോദിച്ചാൽ
ശരിക്കും നമ്മുടെ ദുബായിലെ ഇൻഫ്രാസ്ട്രക്ചർ, സൗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അതായത് അൽ മക്തൂം എയർപോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽ മക്തൂം എയർപോർട്ട് ഓപ്പറേഷൻ ആവുന്നുണ്ട്. ദുബായിലെ എക്സിബിഷൻ സെൻറ്റർ 2030 കൂടി അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് റീലൊക്കേഷൻസ് അതെല്ലാം നമ്മൾ സൗത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ എക്സ്പോ സിറ്റി മാസ്റ്റർ പ്ലാൻ റിവാമ്പ് അത് മാറുന്നുണ്ട്. പിന്നെ ഇമാറിൻ്റെ തന്നെ ഇമാർ അൽദാറിൻ്റെ എൻട്രി അത് UAE ഗവൺമെൻറ് അനൗൺസ് ചെയ്തതാണ്. അത് എത്രത്തോളം ഞാൻ റിസർച്ച് ചെയ്തതിൽ എനിക്ക് അറിയില്ല എത്രത്തോളം കൺഫേം ആണെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ അതർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അതായത് ഇത്തിഹാദ് റെയിൽവേ, ന്യൂ ഇമാർ കമ്മ്യൂണിറ്റി, പാം ജബൽ അലി, അങ്ങനെ വേൾഡിലെ ലോങ്ങസ്റ്റ് ബീച്ച്, അതെല്ലാം നമ്മുടെ സൗത്തിലോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ദുബായ് സൗത്ത് ഇത്രയും പ്രൈസ് ഇങ്ങനെ കൂടുന്നത്. ഇത് ശരിക്കും ഫ്യൂച്ചറിലേക്കുള്ള ദുബായ് ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ്സ് ആണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ദുബായ് സൗത്തിൽ എക്സ്പോ വാലിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1700 മുതൽ 1850 പെർ സ്ക്വയർ ഫീറ്റ്. അതുപോലെ സൗത്ത് ബേയിൽ വരുമ്പോൾ 1300 മുതൽ 1450 വരെ വരും. പാം ജബലാലിയിലേക്ക് പോകുമ്പം 2600 മുതൽ 2700. ശരിക്കും ഇത് വാട്ടർ ഫ്രണ്ടാണ്, അതിനുള്ള പ്രൈസ് എന്തായാലും അതിനുണ്ടാവും. പിന്നെയുള്ള നമ്മുടെ നക്കീൽ, ശരിക്കും ഫുർജാനിൽ നക്കീലിൻ്റെ പ്രൈസ് 1500 മുതൽ 1750 പെർ സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ നമുക്ക് ലാൻഡ് വേണമെങ്കിൽ നമുക്ക് സൗത്തിൽ എടുക്കാൻ പറ്റും. ലാൻഡിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഗ്രൗണ്ട് +1 ആ ഒരു 2 ഫ്ലോറിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ പ്രൈസ് വരുന്നത് 230 സ്ക്വയർ ഫീറ്റ് 270 സ്ക്വയർ ഫീറ്റിൻ്റെ ആവറേജ് പ്രൈസ്. അത് ജബലാലി ഹിൽസ് 1, 2 ആ ഒരു ലാൻഡ് നമുക്ക് സൗത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം ഞാൻ ദുബായിയുടെ ടൗൺ ഹൗസിൻ്റെയും വില്ലാസിൻ്റെയും പ്രൈസ്, സൗത്തിലെ പ്രൈസും കാര്യങ്ങളും നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ഫയാസ് ഫ്രം ലിവിംഗ് എക്സ്പെർട്ട് പ്രോപ്പർട്ടീസ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേജ് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഉണ്ടാവും. അപ്പം പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം see you.